24 ബ്രേക്കിംഗ് വാർത്തയാണത്. ഇൻഡിഗോ വിമാനത്തിലെ പ്രതിഷേധത്തിൽ സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജനെതിരെ അന്വേഷണം. ഇ പി ജയരാജനെതിരായ കേസ് എഴുതിത്തള്ളാനാകില്ലെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചുവെന്നാണ് കേസ്. വിമാനത്തിലെ ആക്രമണം പ്രതിരോധിക്കാനാണ് ശ്രമിച്ചതെന്നും കോടതി തന്റെ ഭാഗം കേട്ടില്ല എന്നുമാണ് ഇ പി ജയരാജന്റെ പ്രതികരണം. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ഭീകരന്മാരുടെ രൂപത്തിൽ വിമാനത്തിൽ കയറി വിമാനത്തിനകത്ത് ആക്രമണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ആക്രമണത്തെ പ്രതിരോധിക്കാൻ സമാധാനം ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ചുമതലയുണ്ട്. അതുകൊണ്ട് തന്നെ ആക്രമണോത്സുകമായി ഓടി വരുന്നവരെ ഞാൻ അതിൻ്റെ കോറിഡോറിലാണ്, വഴിയിൽ തടഞ്ഞു നിർത്തി. അവർക്ക് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ കഴിയില്ല. കോടതി ഇപ്പോഴെന്താണ് പറഞ്ഞത് എന്നുള്ളത് അതിൻ്റെ വിശദാംശം നോക്കിയാൽ മാത്രമേ എനിക്ക് പറയാൻ സാധിക്കൂ. ഇപ്പോൾ ഏതെല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരമൊരു നിലപാട് എന്താണ് സ്വീകരിച്ചത്, എന്താണ് ഇപ്പോൾ സ്വീകരിച്ച നടപടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൂടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പറയാം. നീതി ലഭിച്ചെന്ന് വിമാനത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് പ്രതികരിച്ചു. ആ കേസ് മുഴുവനായി പുനരന്വേഷണം നടത്തണം. അതായത് അന്ന് നടത്തിയ അന്വേഷണം തൃപ്തികരമല്ല, അന്ന് നടത്തി പോലീസ് ഇട്ടിരിക്കുന്ന FIR തൃപ്തികരമല്ല, അന്ന് നടത്തിയ ഞങ്ങൾ അക്രമത്തിനിരയായി ഞങ്ങളെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞതും ഞങ്ങൾ പറഞ്ഞതാണ് സത്യസന്ധമെന്നുള്ളത് ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിങ്ങനെ വളരെ പ്രസക്തമായ ഒരു വിധി വന്നിരിക്കുന്നത്. നീതിന്യായ വ്യവസ്ഥയുടെ ഈ ഒരു വിധിയെ വളരെ ബഹുമാനത്തോടു കൂടി സ്വീകരിക്കുകയാണ്. ഒരു കേസിന്റെയും അന്വേഷണത്തിൽ താൻ ഇടപെടില്ല എന്നായിരുന്നു ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. അതുകൂടി കേൾക്കാം. അന്വേഷിക്കട്ടെ, കോടതി പറഞ്ഞാൽ അന്വേഷിക്കണ്ടേ. കോടതി, ഞാൻ പറഞ്ഞല്ലോ, പോലീസിന്റെ എല്ലാ ആക്ഷനും കോടതിയുടെ നിരീക്ഷണത്തിലാണ്, സ്കൂട്ടണിയിലാണ്. ഇപ്പം അന്വേഷണത്തിൽ ഞാൻ ഇടപെടാറില്ലല്ലോ. അത് പോലീസ് അന്വേഷിച്ചിട്ട് അവർ റിപ്പോർട്ട് തരുമ്പോഴല്ലേ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, പോലീസ് എഴുതിത്തള്ളിയ ഒരു കേസാണ്, അതാണ് അങ്ങനെ എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വീണ്ടും അന്വേഷിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണല്ലോ. കുഴക്കമുണ്ടാക്കിയ രാഷ്ട്രീയ സംഭവത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി. 2022 ജൂൺ 13 കേസിനാസ്പദമായ സംഭവം നടന്നത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയ ഇൻഡിഗോ വിമാനത്തിനുള്ളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ഫർസീൻ മജീദ്, RK നവീൻകുമാർ എന്നിവർ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിഷേധിച്ചു. ഈ പിണറായി വിജയനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന ഇ പി ജയരാജൻ തങ്ങളെ ആക്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ഫർസീൻ മജീദാണ് വലിയതുറ പോലീസിൽ പരാതി നൽകുകയും പിന്നീട് പോലീസ് അതിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് പലരുടെയും മൊഴിയടക്കമുള്ള കാര്യങ്ങൾ പോലീസ് രേഖപ്പെടുത്തിയതുമാണ്. എന്നാൽ അന്വേഷണം നടത്തിയ പോലീസ് മതിയായ തെളിവില്ലെന്ന് പറഞ്ഞ് കേസ് അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇതിനെതിരെ ഫർസീൻ മജീദ് കോടതിയെ സമീപിച്ചിരുന്നു. പിന്നാലെയാണ് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് വിശദമായ തുടരന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 11 ഉത്തരവിട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ നമുക്കറിയാം, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനായിരുന്ന അനിൽകുമാറും കേസിൽ പ്രതിയാണ്. അതേസമയം ഈ മുൻ മുഖ്യമന്ത്രിയെ വിമാനത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ കേസിൽ വ്യോമയാന വകുപ്പ് ഒഴിവാക്കി കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. അനുജ, ശരി, അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണ് തിരുവനന്തപുരത്ത് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇ പി ജയരാജനെതിരെ അന്വേഷണമുണ്ടാകും. അതിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേട്ടില്ല എന്നൊരു പരാതി അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ എന്താകും ഇനി അന്വേഷണത്തിലൂടെ പുറത്തേക്ക് വരാൻ പോകുന്നത്, അതിൽ കോടതിയുടെ തീരുമാനം എന്ത് എന്നൊക്കെയുള്ളത് നിർണായകമാകും. ഇ പി ജയരാജൻ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കോടതിക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യത്തിൽ അഭിപ്രായം പറയാൻ കഴിയുന്നത് എന്നത് കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.